ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ചിലാണ്. വളരെ മനോഹരമായ ഒരു ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ബീച്ചിലൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. നല്ല മനോഹരമായ കാഴ്ചകളാണ് ബീച്ചില് കാണാൻ. അപ്പോ ഡ്രൈവിംഗ് ബീച്ച് അങ്ങനെ കേരളത്തിൽ എവിടെയില്ല. അപ്പൊ മുഴപ്പിലങ്ങാട് ബീച്ചിലാണ് വന്നിട്ടുള്ളത്. എന്തായാലും അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ. കുറെ പേര് ഇവിടെ വാഹനങ്ങളൊക്കെ നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ട്. കുറെ പേര് അവിടെ വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററോളം ദൂരത്തേക്ക് നമുക്ക് വാഹനങ്ങൾ ഓടിച്ചു പോവാൻ പറ്റുന്ന ഒരു ബീച്ചാണിത്. ആ ഭാഗത്തൊക്കെ ഇവിടെ നല്ല പാർക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ നമുക്ക് പോയിട്ട് നോക്കാം. ആ ഭാഗത്തൊക്കെ അവിടെ പാർക്കുകളൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് നമുക്ക് കാണാം ഇവിടെ ഇങ്ങനെ കുറെ പാറക്കെട്ടുകള്, കടലിന്റെ ഉൾവശത്തേക്ക് ഇങ്ങനെ പാറക്കെട്ടുകളൊക്കെ കാണാം. വളരെ ശാന്തമായിട്ടുള്ള ഒരു കടലാണ് ഈ ഭാഗത്തൊക്കെ. അതുകൊണ്ട് നമുക്ക് എത്രയും വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. പക്ഷെ എന്നാലും ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വെള്ളത്തിൽ ആരും ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സിമ്പലൊക്കെ കാണാം. അപ്പൊ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കണ്ണൂര് ടൗണിൽ നിന്ന് വരികയാണെങ്കിൽ ഏകദേശം ഒരു 15 കിലോമീറ്ററോളം ദൂരമുണ്ട്. തലശ്ശേരി ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ 8 കിലോമീറ്ററോളം ദൂരമാണ്. അപ്പോൾ ഏഷ്യയിലെ തന്നെ നമ്പർ 1 ഒരു ഡ്രൈവിംഗ് ബീച്ചാണ് ഈ മുഴപ്പിലങ്ങാട്. അത് നമ്മളെ കേരളത്തിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇവിടെ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് സർക്കാർ. അതാണ് ആ ഭാഗത്തേക്ക് നോക്കുന്ന, ആ ഭാഗത്തേക്ക് കാണിക്കുക. ആ ഭാഗത്താണ് ഇവിടെ നമ്മുടെ കോഴിക്കോട് ബീച്ചിലൊക്കെ ഉള്ള പോലെ തന്നെ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒന്ന് പോയിട്ട് അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് ഇനി ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു കാഴ്ചകളൊക്കെ നോക്കാം. വളരെ മനോഹരമായ ഒരു ബീച്ച് തന്നെയാണ്. കുറെ പേര് ടൂറിസ്റ്റുകളൊക്കെ വരുന്നതാണ്. ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ വന്നുകൊണ്ട് ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണ്. ഫാമിലി ആയിട്ടൊക്കെ വൈകുന്നേരങ്ങളൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ ഒക്കെ പറ്റിയ ഒരു സ്ഥലം കൂടാണ്. കുറെ പേര് ഇപ്പോഴും ഉണ്ട് ഇവിടെയൊക്കെ. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ പോയിട്ട് നോക്കട്ടെ എങ്ങനെയുണ്ട്, അടിപൊളിയാണെന്ന്. കുറെ പേര് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിരുന്ന്. നല്ല മനോഹരമായൊരു ബീച്ചാണ്. അപ്പോ അടുത്തുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് വരാൻ പറ്റുമോ, ഈ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് എൻജോയ് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ മലപ്പുറത്ത് നിന്നൊക്കെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ കുറെ പേര് ഇതുപോലെ ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ കാർ ഓടിച്ച് ബീച്ചിലൂടെ പോകാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ വരാറുണ്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്നുകാണ്ട് ഇതുപോലെ ഈ ബീച്ചിന്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരു വിദേശത്തൊക്കെ ഉള്ള കാണുന്ന ഒരു പോലെയാണ്. നല്ലൊരു തെങ്ങിൻ തോപ്പൊക്കെ കണ്ടില്ല, ഇതുപോലെ നല്ലൊരു മനോഹരമായ ശ്രീലങ്കയിലൊക്കെയാണ് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടേക്കണം അധികം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഭാഗങ്ങളിലൊക്കെ കാണാം ഇതുപോലുള്ള ഒരു ബീച്ച് ഏരിയകള്. അതേപോലെ മരങ്ങളൊക്കെ ഉള്ള നല്ലൊരു എന്താ പറയാ ഒരു അടിപൊളി ഏരിയ. പിന്നെ ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീനും ആണ് കേട്ടോ. അങ്ങനെ വേസ്റ്റ് ഒന്നും കാണുന്നില്ല. അതൊക്കെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അങ്ങനെയുള്ള പഞ്ചായത്തുകളൊക്കെ ക്ലീൻ ആക്കുന്നോണ്ടായിരിക്കാം അങ്ങനെ വൃത്തികേടൊന്നും കാണുന്നില്ല. നല്ല വൃത്തിയായി കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഭാഗത്തേക്കൊക്കെ വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് വന്നിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. വളരെ നല്ലൊരു ആംബിയൻസ് ആയിരിക്കും, ഫാമിലിക്കൊക്കെ എൻജോയ്മെന്റ് ആയിരിക്കും. അപ്പൊ ഇനി ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. വളരെ മനോഹരമായ ബീച്ചാണെങ്കിലും ഇവിടേക്ക് വരുമ്പോൾ ഒരു പോരായ്മ എന്താന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്കൊക്കെ എത്തിപ്പെടാനുള്ള റോഡിൻ്റെ ശോചനീയാവസ്ഥ. വളരെ മോശമായ റോഡാണ്, വീതി കുറഞ്ഞ റോഡാണ്. ആദ്യം ഗവൺമെൻറ് അതിനാണ് പ്രയോറിറ്റി നൽകേണ്ടിയിരുന്നത്. എന്നാൽ മാത്രമാണ് ഈ ബീച്ചിനെ ആസ്വദിക്കാൻ വേണ്ടി കൂടുതൽ ജനങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റൂ. അതിനുള്ള പ്ലാനിങ്ങുകളൊന്നും എവിടെയും കേട്ടില്ല. ഇപ്പോൾ വീണ്ടും ചാനലുകളൊക്കെ വാർത്തകളിലൊക്കെ കേൾക്കുന്നു, കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ വരുന്നുണ്ട് എന്ന്. വളരെ നല്ല കാര്യമാണ്, വരട്ടെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഏറ്റവും ആദ്യം റെയിൽവേനെ ക്രോസ് ചെയ്തുള്ള ഒരു ഫ്ലൈ ഓവർ വരാൻ അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള വഴിയാണ് ആദ്യം ഒരുക്കേണ്ടത്. വളരെ വീതി കുറഞ്ഞതും പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ഉപയോഗിച്ചതെന്ന് അതുപോലുള്ള ആ റോഡ് തന്നെയാണ് ഇപ്പോഴും.
വളരെ പെട്ടെന്ന് അതിനുള്ള ഒരു മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ കൂടുതൽ സഞ്ചാരികൾ ഇങ്ങോട്ട് വരാൻ സാധിക്കും. മുഴപ്പിലങ്ങാട് പുതിയ ഹൈവേ ഭാഗത്തു നിന്നൊക്കെ വേഗത്തിൽ ഇങ്ങോട്ട് വരാൻ പറ്റുകയാണെങ്കിൽ ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങൾക്കൊക്കെ ഈ ബീച്ച് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുകയായിരിക്കും വളരെ നല്ലത്. അപ്പൊ ഇനി നമുക്ക് മുൻവശത്തുള്ള ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ എന്താണെന്ന് പോയി നോക്കാം. അടിപൊളിയാണ്. എങ്ങനെയായാലും ബൈക്കുകളോ കാറുകളോ ഏത് വാഹനങ്ങൾക്കും ഇതിലെ നല്ല ഈസി ആയിട്ട് വാഹനം ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. കുറെ ദൂരം അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഞാൻ വന്ന് ഇവിടെ കാണാൻ നമുക്ക് ഇവിടെ കുറെ കടകളൊക്കെ ഉണ്ട്. പക്ഷെ ഒറ്റ കടകൾ ഓപ്പൺ ആയിട്ടില്ല. ഇതൊരു അതിരാവിലെ ആയതുകൊണ്ടായിരിക്കാം, വൈകുന്നേരങ്ങളിലൊക്കെ ആയിരിക്കും ഓപ്പൺ ആവുക. അപ്പൊ ഇവിടെ കുറെ കടകളൊക്കെ ഉണ്ട്. ആ ഭാഗത്തു നിന്നാണ് ഞാനിപ്പോ അവിടെ നിന്നാണ് വന്നത്. അപ്പൊ ഇവിടെയൊക്കെയാണ് കുറെ സ്ത്രീകളൊക്കെ ഇവിടെ ക്ലീൻ ആക്കുന്നുണ്ട്, വേസ്റ്റുകളൊക്കെ എടുത്തു മാറ്റുന്നുണ്ട്. അതൊക്കെ അതുകൊണ്ടായിരിക്കാം ഇവിടെ ഇത്ര നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഒരു പ്രത്യേക ഒരു മരങ്ങള് നല്ല രസമുണ്ട് ഇവിടുത്തെ മരങ്ങളൊക്കെ കാണാന്. കാറ്റാടി മരങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിലൂടെ ഒക്കെ കണ്ടില്ലേ, ഇവിടുത്തെ മണൽ പോലും നല്ലൊരു പൊടി മണല്, നല്ല വെളുത്ത പൊടി മണലാണ്. അപ്പൊ ഇവിടെയൊക്കെ വന്നിങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു ഏരിയയാണ്. നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്. ഇപ്പൊ രാവിലെ ആയതുകൊണ്ടായിരിക്കാം, അതിരാവിലെ തന്നെയാണ് ഞാൻ വന്നത്, അതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഈ തോണീന്റെ ഉള്ളില് അവിടെ ഇവിടെയൊക്കെ കുറെ കുട്ടികളൊക്കെ വന്നിരിക്കുക കണ്ടില്ലേ. ഇവിടെ ഒരു വെള്ളത്തിലേക്ക് ഇറക്കിയിടുന്ന ഒരു പാലം ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ ഇപ്പൊ എടുത്തു മാറ്റിയതാണ്. ഇത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. അതിന്റെ പീസ് ആക്കി വെച്ച ഒരു ഭാഗങ്ങളാണ് ഇതൊക്കെ. ഒരു പാട്ട് സീനിലൊക്കെ കണ്ടിട്ടില്ലേ, നല്ലൊരു സ്ഥലങ്ങള് അതുപോലെ ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോകുന്ന ഈ വഴിയിലൊക്കെ അടിപൊളിയാണ് ബീച്ച്. ഏതായാലും ഞാൻ വെറുതെ ഈ വഴി വന്നപ്പോ ഒന്ന് ഇവിടെ വന്നതാണ്, ബീച്ച് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് ഇത് മണലിൽ വാഹനങ്ങളൊന്നും താഴ്ന്നു പോകാത്തതെന്ന് അറിയില്ല കേട്ടാ. അറിയുന്നവരുണ്ടായിരുന്നു കമന്റ് ചെയ്യണേ. ഇവിടെ മണല് ആണ് എങ്കിലും ഇവിടുത്തെ മണല് എന്തുകൊണ്ട് ഇങ്ങനെ താഴ്ന്നു പോകണില്ല എന്ന് കണ്ടില്ലേ. ബൈക്ക് ഓടിക്കുക, അതുപോലെ ഓട്ടോ ഓടിക്കുക, എല്ലാ വാഹനങ്ങളും ഓടിക്കുക. നല്ല ഒരു ടൈറ്റായ ഒരു മണലാണ് ഇവിടെ ഉള്ളത്. നമ്മൾ മറ്റു ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി താഴാൻ സാധ്യതയുണ്ട്. ഇവിടെ മാത്രം അങ്ങനെ ഒരു ഇതൊന്നും കാണുന്നില്ല. അപ്പൊ ആ ഭാഗത്തൊക്കെ ആളുകളൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഓടിക്കുന്നുണ്ട്. കുറവാണ് ആളുകളിപ്പോ, സമയമായിട്ടില്ല, അതുകൊണ്ടാണ് കുറവാണ്. അപ്പൊ ഇനി അവിടെ പോയി നോക്കട്ടെ. അവിടെ ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം താഴ്ഭാഗത്തൊക്കെ ഇവിടെ ഇങ്ങനെ പൈലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഇവിടെ ഈ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിട്ടുള്ളത്. താഴ്ഭാഗത്തൊക്കെ കല്ല് പതിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ പൈലിംഗ് ഒക്കെ ചെയ്ത് കോൺക്രീറ്റിന്റെ ഇങ്ങനെ സ്ലാബൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെ ഈ ഭാഗം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ തിരമാലകളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇങ്ങോട്ടൊക്കെ, ഇപ്പം അവിടെ ആണെങ്കിലും. അപ്പൊ നമുക്ക് ഇതിന്റെ മുകൾ വശത്ത് പോയി നോക്കാം. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഈ പാർക്കിന്റെ ഉള്ളിലേക്ക് കയറാന് ടിക്കറ്റ് ഒക്കെ എടുക്കണം. അതെന്തുകൊണ്ടാ അറിയില്ല കേട്ടാ. ഇവിടെ ഇത്ര ഓപ്പൺ ആയ ഒരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ തുറന്ന് വെച്ചിട്ട് ഇനി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് കയറാ. അപ്പൊ ഞാൻ ടിക്കറ്റ് എടുത്ത് കയറിയിട്ടില്ല. ഇത് കുട്ടികൾക്കുള്ള കുറെ ഇങ്ങനെ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗത്തേക്ക്. അപ്പോൾ അങ്ങോട്ട് കയറിയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് കയറണം. ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ പിന്നെ വെറുതെ കയറിയിട്ടൊന്നും കാര്യമില്ല. അപ്പൊ ആ ഭാഗത്തേക്ക് പോയിട്ട് മുൻവശത്ത് ഇനി നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ കയറാം, അന്നേരം നോക്കാം. ഇവിടെയൊക്കെ കടകളുണ്ട്, ഒറ്റ കടകൾ തുറന്നിട്ടില്ല. ഞാനാണെങ്കിൽ ചായ പോലും കുടിച്ചിട്ടില്ല. ഇവിടെ ഉണ്ടാവും കടകൾ എന്ന് വിചാരിച്ച് വന്നതാ. ഇവിടെ ഒറ്റ കടകൾ തുറന്നിട്ടില്ല. ഇവിടെയൊക്കെ കുറെ തട്ടുകടകളൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു വഴിയുണ്ട് നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങി പോകാൻ. ഇവിടെയൊക്കെ ഇപ്പോൾ ഒരു കയറ് കെട്ടി ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇങ്ങോട്ടുള്ള ഭാഗത്തേക്ക് ഇറങ്ങി പോകുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ കല്ല് പാകി ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ
ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്നൊരു കാഴ്ച ഇങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറേ ചെടികളും കുറേ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ട്? ഓപ്പൺ പ്ലേസ് അല്ലേ? ഓപ്പൺ പ്ലേസിൽ വെറുതെ ഇങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് അറിയില്ല. കോഴിക്കോട് ബീച്ച് പോലെ അങ്ങനെ ഓപ്പൺ ആക്കിയിട്ട ഭാഗം തന്നെ അല്ലേ? അപ്പോൾ അവിടെ ഒന്നും ടിക്കറ്റ് ഒന്നും ഇല്ല. പിന്നെ എന്തിനാ ഇവിടെയൊക്കെ ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറുന്ന അറിയില്ല. അപ്പൊ അങ്ങോട്ട് പോയി നോക്കട്ടെ. ഇനി ഇവിടെ ബീച്ചിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ഇതിലൂടെ ഇങ്ങനെ കയറി പോയി നോക്കട്ടെ. മുമ്പ് കാണുന്നത് ഇങ്ങനെയാണ്. ലൈറ്റുകളൊക്കെ വെക്കാനുള്ള ഓരോ സ്റ്റാൻഡുകൾ ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് കുറെ പേരൊക്കെ ഉണ്ട്. ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. കുറെ ദൂരത്തില് ഇങ്ങനെ ഉണ്ട്. ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. നല്ല കട്ടൊക്കെ വിരിച്ച് എല്ലാവരും ടിക്കറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അറിയില്ല എന്താണ് ഇങ്ങനെ. കുറെ ചേച്ചിമാരുണ്ട്. അപ്പോൾ വണ്ടിന്റെ ടിക്കറ്റ് പോരാ, സെപ്പറേറ്റ് ഇവിടേക്ക് വേറെ ടിക്കറ്റ് വേണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും താഴെ പോവാ. നമ്മൾ എടുത്തിട്ടില്ല. ഇവിടെ വേസ്റ്റ് ബിന്നൊക്കെ ഉണ്ട്. ഇതാണ് സംഭവം. ഈ മണൽ കയറി വരുന്നതൊക്കെ ഇവിടുന്ന് ഒഴിവാക്കേണ്ടല്ലേ എൻ്റെ ഒരു അഭിപ്രായമാണ്. എന്നാൽ നല്ല ക്ലിയർ ആയിരിക്കും. ഇതിങ്ങനെ മണല് ചവിട്ടി ഇങ്ങനെ കയറി വരും വീണ്ടും. ഇവിടെ ഈ കട്ട വിരിച്ചതൊക്കെ ആകെ വൃത്തികേടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും ചെയ്തിട്ട് ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട്. കടലിലേക്ക് പോകുന്നതിന് ഗേറ്റ് വെച്ചെടുത്ത്. അപ്പൊ ഞാന് ടിക്കറ്റ് ഒന്നും എടുത്തിട്ട് കയറിയില്ല. വെറുതെ അവിടെ ടിക്കറ്റ് എടുത്ത് കയറേണ്ട ആവശ്യമൊന്നും തോന്നിയില്ല. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ഭാഗത്തൂടെ വേഗം പോവാന്ന് വിചാരിക്കണേ. ഇവിടെയൊക്കെ ഇതാണ് കണ്ടില്ലേ, ഇങ്ങനെ ഒരു രീതിയിലാണ് ഇവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത്. കുറെ ഭാഗം ഇവിടെയൊക്കെ പൊട്ടിപ്പോയതാ കാണുന്നുണ്ട്. ഈ തുരുമ്പെടുത്ത് ഭാഗങ്ങളൊക്കെ പോയത് കാണുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇത്രയും കുറഞ്ഞ വർഷങ്ങളായിട്ടുള്ളൂ. വർഷങ്ങളായോ എന്ന സംശയമുണ്ട്. അത്രയും അടുത്തായപ്പോഴേക്കും അവിടെയൊക്കെ പൊട്ടുകൾ വീണു. ഇവിടെ പരസ്യമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ഫില്ലറൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും വെച്ചിട്ട് കാണുന്നില്ല. അതൊക്കെ അപ്പോഴേക്കും തുരുമ്പെടുത്ത് പോവാറായിട്ടുണ്ട്. ഇതിന്റെ താഴ്വാശമൊക്കെ നല്ലോണം തുരുമ്പെടുത്തിട്ടുണ്ട്. കുറെ ഇങ്ങനെ മരങ്ങളൊക്കെ വെച്ചതൊന്നും നല്ല രീതിയിലല്ല ഇപ്പോ കാണുന്നത്. ഉണങ്ങിപ്പോയിട്ടുണ്ട്. വേണ്ടത്ര നോക്കുന്നില്ല തോന്നുന്നു. എന്താ അറിയില്ല. ഇവിടെയൊക്കെ അങ്ങനെയാണ് കാണുന്നത്. ഇനി എങ്ങനെയാണ് പുറത്തേക്ക് കടക്കണ വഴി പോലും ഒരു ഐഡിയ ഇല്ല. അധിക പേര് വണ്ടി പഠിക്കുകയാണ് ഇവിടെ. വേറൊരു ഭാഗത്താണ് ബീച്ചിലേക്ക് വന്ന് ചേരുന്ന ഒരു ഭാഗത്ത് കുറെ കടകളൊക്കെ ഉള്ള ഒരു ഭാഗം. ഇവിടുന്ന് അങ്ങോട്ടാണ് ബീച്ചിലേക്ക് ഇറങ്ങി പോവാ. ഇവിടെയൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ കുറവാണ്. ഇനി ബീച്ചിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ. അപ്പൊ ബീച്ചിലേക്ക് ഇറക്കി പാർക്കൊക്കെ ചെയ്യാം. ഇവിടെ അധികം കടകളൊന്നും ഇല്ല. ഒരു 2 ഹോട്ടലൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഭാഗത്തുള്ള ഒരു വികസനത്തിന്റെ 5 വർഷങ്ങള് മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് ബോർഡൊക്കെ കാണുന്നുണ്ട്. ഇവിടെ പാർക്കിംഗ് പാടില്ല കേട്ടോ ഈ റോട്ടില്. അപ്പൊ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യലൊക്കെ ബീച്ചിൽ തന്നെയാണ് തോന്നുന്നത്. ഇവിടെ കുറെ വേസ്റ്റ് ഒക്കെ ഇട്ട് കത്തിക്കുന്നുണ്ട്. കുറെ വെള്ളങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. തോണി ഇതാണ് ഈ ഭാഗത്തേക്കുള്ള വരുമ്പോഴുള്ള ഒരു കാഴ്ച. ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ പാർക്കിന്റെ സ്റ്റാർട്ടിങ്. അങ്ങോട്ട് വെയിലായതുകൊണ്ട് വലിയ ക്ലിയർ ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് എൻ്റെ ഒരു ഇവിടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.